ഹായ് ഹലോ ഗായ്സ്, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഗായ്സ്. അപ്പം എൻ്റെ കണ്ണൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമായിരിക്കും, വേറൊന്നുമല്ല, വാവാറ്റിൻ്റെ ജലദോഷം വാവാറ്റി എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണി കിട്ടി. അതുകൊണ്ട് തന്നെ മൂക്കൊക്കെ അടഞ്ഞ് മൂക്കൊക്കെ സീനായിട്ടിരിക്കുകയാണ്. അപ്പോൾ വാവാറ്റയ്ക്ക് ഏകദേശം കുറയാനായപ്പോഴേക്കും എനിക്ക് പിടിച്ചു. അങ്ങനെ നമ്മുടെ അങ്കിൾ ഇതേ നമുക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ച് പാത്രം വരെ മുമ്പിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ കറി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്തോ കിഴങ്ങ് കറിയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓരോ കറികളൊക്കെ ടേസ്റ്റ് ശരിക്കും അത്ഭുതപ്പെടുകയാണ്. എനിക്ക് മോസ്റ്റായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടത് ഇവിടുത്തെ പപ്പടം കണ്ടിട്ടായിരുന്നു. കാരണം പപ്പടം മോസ്റ്റ് ബിഗ്ഗായിരുന്നു, വലിയ പപ്പടമായിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മുടെ പപ്പടത്തിന്. അപ്പം ഇതിലും വലിയ പപ്പടം ഉണ്ട് കേട്ടോ. അപ്പം ഇത് അതിൻ്റെ ഇച്ചിരി ചെറിയ സൈസാണ്. അപ്പോൾ പപ്പടത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പപ്പടമൊക്കെ കൊണ്ട് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലാണ് നമ്മുടെ രസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫുഡ് എപ്പോൾ കഴിക്കാനിരുന്നാലും രസം മസ്റ്റാണ്. അതുപോലെ തന്നെ അച്ചാർ, അതുപോലെ തന്നെ മോര് എല്ലാം നമ്മുടെ മുമ്പിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പം രസവും നമ്മൾ ഇടയ്ക്കൊക്കെ ഉത്സവം എന്ന് കഴിച്ച് നമ്മൾ എന്താ പറയുക, ഓണം വിഷു ഇങ്ങനെയുള്ള സെലിബ്രേഷനൊക്കെ ആകുമ്പോൾ രസം ഉണ്ടാക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ സദ്യ കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് രസം ഉണ്ടാക്കുക. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ എന്നും ഫുഡ് കഴിക്കുമ്പോൾ രസം മസ്റ്റായിരിക്കും സൈഡ് ഡിഷായിട്ട്. അങ്ങനെ പങ്ങ ഫുഡ് കഴിച്ചിട്ട് ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ പറഞ്ഞ് ബോധം കിടുകയാണ്. വാവാറ്റി അതെ നമ്മുടെ വഴുതനങ്ങ പീസൊക്കെ അതേപോലെ തന്നെ 2 പീസാക്കി മുറിച്ചിട്ടേക്കുവാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ അത് കഴിക്കുമ്പം നമുക്ക് ഇറച്ചി തിന്നുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു, വഴുതനങ്ങ എസ്പെഷ്യലി. അപ്പോൾ ഒന്നാമത് നമുക്ക് ജലദോഷമൊക്കെയാണ്. അപ്പോൾ എൻ്റെ പാത്രത്തിൽ കിടന്ന പീസുകളൊക്കെ എൻ്റെ വാവാറ്റിൻ്റെ പാത്രത്തിൽ എടുത്തിടുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഇങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒന്നും കഴിക്കുന്നത് സത്യം പറയാൻ ഇഷ്ടമല്ല. കാരണം നല്ല സാധനങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് സത്യത്തിൽ പറഞ്ഞാൽ കാര്യം. വിശന്ന് വലഞ്ഞിരിക്കുവാണെങ്കിൽ അയ്യോ എന്നാ വേണമെങ്കിലും മതി എന്നുള്ള സാഹചര്യത്തിൽ വെണ്ടയ്ക്ക വരെ ഞാൻ തിന്നു കേട്ടോ. വെണ്ടയ്ക്കൊന്നും എനിക്കിഷ്ടമല്ല കറിയിലിടുന്നതൊന്നും, പക്ഷെ ഇത് ഫ്രൈ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ എന്താ പറയുക, അധികം വിശക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ സത്യം പറയാലോ എനിക്ക് ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, അതുപോലെ തന്നെ തക്കാളി ഇതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ ചില ടൈമിലാണ് നമുക്ക് ഇഷ്ടപ്പെടുക. തക്കാളി ഒറ്റയ്ക്ക് തക്കാളി ചമ്മന്തി വെക്കുമ്പം അതന്നെ, അതുപോലെ തക്കാളി ചമ്മന്തി ഉണ്ടോ, വേണമെങ്കിൽ കണ്ടുപിടിക്കാം. തക്കാളി തോരൻ വെക്കുമ്പോൾ അതുപോലെ തന്നെ തക്കാളിയും കൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കില്ലേ സ്പെഷ്യലായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സിംഗിളായിട്ട് ചെയ്യുവാണെങ്കിൽ ഐ ലൈക്ക്. പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വറക്കുമ്പം അതേപോലെ തന്നെ അങ്ങനെയൊക്കെ. അല്ലാതെ കറിയിലിടുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഗായ്സ്, എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ അങ്കിളുടെ ടേസ്റ്റ്, കറീൻ്റെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല. നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എല്ലാ കറിയിലും മല്ലിച്ചപ്പ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. മല്ലിച്ചപ്പാണ് എനിക്ക് കണ്ണെടുത്താൽ കാണാത്ത സാധനമാണ്. എവിടെ വന്നപ്പോഴേക്കും മല്ലിച്ചപ്പിനോട് ഇച്ചിരി പ്രിയം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ വേഗം ശാപ്പാട് ചെയ്യട്ടെ ഗായ്സ്, ബൈ.